കാലം, അതിൻ്റെ 4.5 വർഷം ആകുന്നു. ഈ 4.5 വർഷക്കാലം കാലടിയുടെ വികസനത്തിൽ ഒട്ടേറെ പന്താവുകൾ കയറാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ, പലതിനും നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. അതിൽ വളരെ വലിയ ഒരു പദ്ധതിക്കാണ് ഇന്ന് ഇവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുക. കാലടിയുടെ പഞ്ചായത്ത് കാലടിയിൽ നിലവിൽ വന്നതിന് ശേഷം, ഈ സ്ഥലം കാലടിക്ക് ലഭ്യമായതിന് ശേഷം മാറി മാറി വരുന്ന ഭരണസമിതികൾ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ലക്ഷ്യവുമായി പല പദ്ധതികളും തയ്യാറാക്കി ചില കല്ലിടലുകളൊക്കെ നടന്നിട്ടുണ്ട്. എങ്കിലും അതൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, ഈ ഭരണസമിതി വന്നതിന് ശേഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് ഈ ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇത് വൈകാനായിട്ടുള്ളൊരു കാരണം. നമുക്കറിയാം, മാണിക്യമംഗലം തുറ ഈ അടുത്ത പഞ്ചായത്തുകൾക്കൊന്നും, എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകൾക്കൊന്നും നേടാൻ കഴിയാത്ത വലിയൊരു നേട്ടമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ കാണുക. കേരള സർക്കാർ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രോജക്റ്റിന് രൂപം കൊടുത്തപ്പോൾ, അതിൻ്റെ പ്രഖ്യാപനവുമായി വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രിയങ്കനായ MLA അതിന് മുൻകൈയെടുത്ത് കാലടി പഞ്ചായത്തിലെ തുറ, മാണിക്യമംഗലം തുറയോട് ചേർന്ന് ഒരു വലിയ വാക്ക്വേയും ഒരു ഓപ്പൺ ജിമ്മും, അങ്ങനെ 1 കോടിയിൽ പരം രൂപയുടെ പദ്ധതി സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസയും MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും സമന്വയിപ്പിച്ച് വലിയൊരു പദ്ധതി കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മളത് ഓപ്പൺ ചെയ്തത്. ഇന്ന് നിരവധിയായ ജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും, മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത്, മഞ്ഞപ്ര പഞ്ചായത്തിൽ നിന്നൊക്കെ വൈകുന്നേരങ്ങളിൽ ഈവനിങ് വാക്കിനും ജിംനേഷ്യത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ നമ്മൾ ആയുഷ് കോംപ്ലക്സിന് തുടക്കമിട്ടു, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 1 കോടി രൂപയോളം MLA ഫണ്ടിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. വിവിധ വാർഡുകളിൽ മറ്റെല്ലാ പദ്ധതികളും നമ്മൾ ആരംഭിച്ചു. നിരവധി ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ MP-യുടെയും MLA-യുടെയും ഫണ്ടിൽ നിന്നും ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ നമുക്ക് സ്ഥാപിക്കാനായി. അങ്ങനെ ഒരു വെളിച്ച വിപ്ലവം തന്നെ. നിരവധി പുതിയ ട്യൂബ് സെറ്റുകൾ, LED ട്യൂബ് സെറ്റുകൾ ഇന്ന് കാലടിയുടെ പ്രാന്തപ്രദേശങ്ങളൊക്കെ രാവിലെ പകലാക്കി മാറ്റുന്ന ഒരു വെളിച്ച വിപ്ലവം തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം ഉള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ വലതുവശത്ത് മറ്റൊന്ന് ആരംഭിക്കുന്നു. ഒരു പാർക്ക്, ഐ ലവ് കാലടി എന്ന പാർക്ക്, അതിൻ്റെയും ഉപജ്ഞാതാവും ദാതാവും ഒക്കെ MLA തന്നെയാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് കാലടിയിൽ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ചിന്ത ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ മുൻ ഭരണസമിതി ഒരു പ്ലാൻ അപ്രൂവൽ വാങ്ങിയിരുന്നു. ആ അപ്രൂവൽ വാങ്ങി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വെറ്റ് ചെയ്ത് ലഭിച്ച പദ്ധതി, ആ പദ്ധതിയുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. കാരണം കൺസൾട്ടേഷൻ ഫീസ്, സിനർജിയാണ് കൺസൾട്ടൻ്റ്, ആ കൺസൾട്ടേഷൻ ഫീസിനത്തിൽ 32 ലക്ഷം രൂപയോളം അവർക്ക് മുൻ ഭരണസമിതി കൈമാറിയിരുന്നു. ഇനി പ്ലാൻ മാറ്റിയാൽ വീണ്ടും കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കണം, അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആവും. അതുകൊണ്ട് ഈ ഭരണസമിതിക്ക് ലൈബിലിറ്റി വരും. അതുകൊണ്ട് ആ പദ്ധതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനെല്ലാ പോരായ്മകളും തീർത്തു. അതിൻ്റെ മണ്ണ് പരിശോധനയും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി, സ്ഥലത്തിൻ്റെ രേഖകൾ ശരിയാക്കി, വായ്പ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് പലവട്ടം പോയി MLA-യുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയത്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് നമ്മളിതിന് താല്പര്യപത്രം ക്ഷണിച്ചത്. സർക്കാർ ഏജൻസികളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിച്ചു. സർക്കാർ ഏജൻസികൾ ഇൻകൽ ഉൾപ്പെടെ വളരെ എടുത്തു പറയേണ്ട ഏജൻസിയാണ്. ഇൻകൽ, അതുപോലെ തന്നെ FIT, അതുപോലെ ഒരു 3-4 ഏജൻസികൾ നമുക്ക് താല്പര്യപത്രം തന്നു. ഈ താല്പര്യപത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് വോട്ട് ചെയ്ത FIT-യെ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് അവർക്ക് ടെൻഡർ ചെയ്യുന്നതിനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ അനുവാദം കൊടുത്തതിന് ശേഷം അവർ ടെൻഡർ ചെയ്തു. AK കൺസ്ട്രക്ഷൻസ് ആ കരാർ ഏറ്റെടുത്തു. ആ കരാറുമായി അവർ പഞ്ചായത്ത് കമ്മിറ്റിയെ സമീപിച്ചു. ത്രികക്ഷി കരാർ ഒപ്പിടുകയാണ് ഉണ്ടായത്. ത്രികക്ഷി കരാർ ഒപ്പിട്ട ശേഷം പഞ്ചായത്ത് ഭരണസമിതിയിൽ വളരെ സുതാര്യമായിട്ട് ഇതെല്ലാം അവതരിപ്പിച്ചു. എല്ലാ ഐക്യകണ്ഠേനയായിരുന്നു എല്ലാ തീരുമാനവും.
അങ്ങനെ ഐക്യകണ്ഠേന തീരുമാനിച്ച് ഈ പദ്ധതിക്ക് തുടക്കമിടാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുക. നിർമ്മാണ ഉദ്ഘാടനമൊക്കെ നടത്താം, പ്രവർത്തനം ആരംഭിക്കട്ടെ, അങ്ങനെയാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട MLA-യുടെയും MP-യുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യം ഷെഡുകൾ, ഇവിടെ കിടന്ന ഷെഡുകൾ വളരെ കാലടിക്ക് മോശമായിരുന്ന ഒരു ബസ് സ്റ്റാൻഡായിരുന്നു ഇത് എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം, നിങ്ങൾക്കൊക്കെ അതറിയാം. അപ്പോൾ ആ ഷെഡുകൾ പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. യാതൊരു തടസ്സവുമില്ലാതെ ഷെഡുകൾ അവർ പൊളിച്ചു മാറ്റി. ബസ് ഓണേഴ്സായിട്ട് 2-3 ചട്ടകൾ ഔദ്യോഗിക ചർച്ചകൾ നടത്തി, അനൗദ്യോഗിക ചർച്ചകൾ നടത്തി. അവസാനം പകുതി പേര് സമ്മതിച്ചു. നമ്മുടെ മാർക്കറ്റ്, അപ്പുറത്ത് കിടക്കുന്ന മാർക്കറ്റ് അവർക്ക് ബസ് കയറ്റിയിടുന്നതിനും പറ്റുമെങ്കിൽ സ്റ്റാൻഡ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും അവർക്ക് അനുവദിച്ചു. പക്ഷെ അവിടെയും ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായി. ഈ പൊട്ടലും ചീറ്റലുകളൊക്കെ നമ്മൾ ഒരുവിധം രമ്യമായി തന്നെ തീർത്തുകൊണ്ട്, എന്നാലും ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും. ഇതെല്ലാം തീർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിലേക്ക് കടന്നത്. വിഷമമുണ്ടെന്നൊക്കെ പറയുന്നതിന് കഴിഞ്ഞ ഇത് തുടങ്ങി 1 മാസക്കാലത്തോളം ഏതാണ്ട് 60ഓളം പൈല്, ഇപ്പോൾ ഏതാണ്ട് 80 പില്ലറിൻ്റെ പൈല് പൂർത്തിയാവുകയാണ്. 60ഓളം പൈല് പൂർത്തിയായപ്പോഴാണ് ചില പ്രതിഷേധ സ്വരങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നത്. ഈ ഭരണസമിതി തയ്യാറാക്കിയ പ്ലാൻ അല്ല എന്നുള്ളത് കൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് അത് ഒരു സങ്കേതവും ഉണ്ടായില്ല. ഈ ഭരണസമിതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് നാശനഷ്ടം ഉണ്ടാകില്ലേ, ഈ പൈസ വിധയാവൂലേ എന്നാണ് ചിലരുടെ ചോദ്യമുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ 6 മുതൽ 7 മീറ്റർ വരെ, ചില സ്ഥലങ്ങളിൽ 7.5 മീറ്റർ വരെ ഫ്രണ്ടേജ് ഈ കോംപ്ലക്സിനുണ്ട്. നമ്മൾ MC റോഡ് വീതി കൂട്ടിയാലും ആവശ്യത്തിന് നൽകാവുന്ന സ്ഥലം ഇട്ടിട്ട് തന്നെയാണ് ഈ പ്ലാൻ അന്ന് തന്നെ തയ്യാറാക്കിയിരുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി വിദഗ്ധരോടൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കടന്നത്. ഇന്നീ ദിവസത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നീ ദിവസം ഇതിന് കല്ലിടുന്നതിന് ആലോചിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് 110 ഫയൽ ഏതാനും ദിവസങ്ങൾക്ക് പൂർത്തിയാകും, കെട്ടിടം ഉയരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹകരണം ഇതിനുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്.